കുട്ടികളുടെ സ്നാക്ക് ബോക്സിൽ പാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ വൈകിട്ട് അവർ സ്കൂൾ വിട്ട് വരുമ്പോൾ കൊടുക്കാനോ പറ്റിയ ഏത്തപ്പഴം കൊണ്ടുണ്ടാക്കുന്ന പഞ്ചസാരയൊന്നും ചേർക്കാത്ത ഹെൽത്തി ആയിട്ടുള്ള സ്നാക്കിന്റെ റെസിപ്പി നോക്കിയാലോ? വെൽക്കം ബാക്ക് ഡിയേഴ്സ്. ഞാനിവിടെ രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. നമുക്കിത് രണ്ടാക്കി ഒന്ന് മുറിക്കാം. എന്നിട്ട് കനം കുറഞ്ഞ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കണം. ഒരുപാട് കനം കൂടാനും പാടില്ല. അതുപോലെ ഒരുപാട് തിന്നായിട്ടും അരിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് ഞാനിവിടെ എല്ലാ കഷ്ണങ്ങളും മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാനിൽ നമുക്ക് ആദ്യം 1 ടീസ്പൂൺ നറുനെയ്യ് ചേർത്ത് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടീസ്പൂൺ കാഷ്യൂ നട്ട്സ് പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് നെയ്യിൽ നിന്ന് കോരി മാറ്റി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ആ പാനിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കൂടി നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഏത്തപ്പഴം സ്ലൈസസ് അതിൻ്റെ മീതെ നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. തമ്മിൽ തമ്മിൽ ഒട്ടാതെ ഒന്നിൻ്റെ മീതെ ആകാതെ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ഈ പാൻ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നെയ്യൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് ആയി കിട്ടും. ഇനി നമുക്ക് ചെറുതീയിൽ വെച്ചിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഈ ഏത്തപ്പഴം ഒന്ന് വെന്ത് ഒരു വശം ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശം കൂടി ഇതേപോലെ നെയ്യിൽ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മീതെ എക്സ്ട്രാ 2-3 ഡ്രോപ്പ് നെയ്യ് ഇതുപോലെ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ട് വശം ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മീതെ കുറച്ച് ശർക്കര പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടൊന്ന് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം സാധാരണ ശർക്കര ചീകിയിട്ട് അത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല പ്യുവറായിട്ടുള്ള ശർക്കര എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കല്ലും മണ്ണും അതുപോലെ വേസ്റ്റ് ഒന്നും ഇതിലുണ്ടാവില്ല. അത് ചെറുതായിട്ടൊന്ന് മെൽറ്റായി തുടങ്ങുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറുവശത്തും ഇതുപോലെ ശർക്കര പൊടി നമുക്കൊന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. ഏത്തപ്പഴത്തിൻ്റെ മധുരത്തിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അളവിൽ ശർക്കര എടുക്കാവുന്നതാണ് കേട്ടോ. ഇതൊന്ന് മെൽറ്റായിട്ട് വരുമ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് 30 സെക്കൻഡ് കൂടി ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് സമയം വെക്കരുത് കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിൻ്റെ മേലെ കുറച്ച് ഏലക്ക പൊടി കൂടി നമുക്കൊന്ന് തൂവി കൊടുക്കാം. ഇത് കരിയാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ശർക്കര കൊണ്ടുണ്ടാക്കിയ കാരമലൈസ് ചെയ്തിട്ടുള്ള ബനാന കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യുന്നതിന് മുൻപായിട്ട് അതിൻ്റെ മീതെ നമ്മൾ നേരത്തെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് വെച്ച് ഒന്ന് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഇത്രേ ഉള്ളൂ. നല്ല സിമ്പിളായിട്ടുള്ള, ടേസ്റ്റി ആയിട്ടുള്ള, ഈസി ആയിട്ടുള്ള, അതേസമയം ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി ഏത്തപ്പഴം കൊണ്ടുള്ള സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ എന്തായാലും ട്രൈ ചെയ്യണേ.